സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ കേരളത്തിലെ, നമ്മുടെ ഇന്ത്യയിലെ, നമ്മൾ വേൾഡിലെ തന്നെ ബെസ്റ്റസ്റ്റ് ഇപ്പോൾ ഫ്രീ ഫയർ പ്ലെയർ ആയിട്ടുള്ള നമ്മുടെ റെയ്സ്റ്റാറിനെ കുറിച്ചാണ്. അപ്പോൾ റെയ്സ്റ്റാറും വേറൊരു ഹിന്ദി യൂട്യൂബർ ആയിട്ടുള്ള മിസ്റ്റർ ജെയും തമ്മിലുള്ള ഒരു കോൺട്രവേഴ്സിയെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. നമ്മൾ 50K സബ്സ്ക്രൈബേഴ്സിനോട് വളരെ ക്ലോസ് ആണ്. ലൈക്ക് ഇല്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ ശ്രമിക്കുക. സോ ഈ സമയം ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഒരു വിഷയം ഇവിടെ സ്റ്റാർട്ട് ആവുന്നതെന്ന് നോക്കുകയാണെങ്കിൽ ഏകദേശം 4 വർഷങ്ങൾക്ക് മുമ്പാണ്. ഓക്കെ, അന്നെന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റെയ്സ്റ്റാർ അതുപോലെ ഈ ഒരു ഇ സ്പോർട്ട് പ്ലെയർ ആയിട്ടുള്ള മിസ്റ്റർ ജെയും തമ്മിൽ ഒരു 1vs1 കസ്റ്റമേഴ്സ് കാര്യങ്ങൾ കളിച്ചിട്ടുണ്ടായിരുന്നു. അന്നെന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റെയ്സ്റ്റാറിനെ ഈ ഒരു മിസ്റ്റർ ജെയാണ് 7-0 തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു സംഭവം അന്ന് അവിടെ കഴിഞ്ഞ ആ ഒരു ടൈമിൽ ഭയങ്കര വലിയൊരു വാർത്ത കാര്യങ്ങളൊക്കെ ആയിരുന്നു. കാരണം റെയ്സ്റ്റാറിനെയാണ് 7-0 തോൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ വലിയ വാർത്ത കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ ഒരു ടൈമിൽ. അപ്പോൾ അന്ന് നടന്ന ഒരു സംഭവം എങ്ങനെയാണ് ഇപ്പോഴും ഇത്ര വലിയ വാർത്ത, ഇത്ര കോൺട്രവേഴ്സി ആകാനുള്ള കാരണം എന്താ നമ്മൾ നോക്കുകയാണെങ്കിൽ മിസ്റ്റർ ജെ കഴിഞ്ഞ ദിവസം പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാമിൽ ഈ ഒരു വീഡിയോ അപ്ലോഡ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. बट राइस्टार के साथ भी 1v1 किया था, उसकी कोई स्टोरी है? अब बात करते हैं फर्स्ट नंबर पे जो हमारे लेजेंड आते हैं हु डिफीटेड राइस्टार. അപ്പോൾ ബേസിക്കലി ഏകദേശം ഒരു 4 വർഷം മുമ്പ് നടന്ന കാര്യം പുള്ളിക്കാരൻ പിന്നെയും പുള്ളിയുടെ ചാനൽ വീണ്ടും ബ്രാഗ് ചെയ്തുകൊണ്ട് ഇരിക്കുക കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ കമന്റ് സെക്ഷനിലാണ് റെയ്സ്റ്റാറിന്റെ കുറേയധികം ഫാൻസ് വന്നിട്ട് റെയ്സ്റ്റാറിന്റെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതുപോലെ അന്ന് റെയ്സ്റ്റാറിന്റെ പിങ് ഇഷ്യൂ കാരണമൊക്കെ ഉള്ളതുകൊണ്ടാണ് ജയിക്കുകയാണെങ്കിൽ 7-0 റെയ്സ്റ്റാറിനെ തോൽപ്പിക്കാൻ പറ്റിയെന്നൊക്കെ പറഞ്ഞ് കമന്റ് ഒക്കെ കുറേ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിനൊക്കെ മറുപടിയായിട്ട് മിസ്റ്റർ ജെ ആണെങ്കിൽ വീണ്ടും കുറേ സ്ക്രീൻഷോട്ടൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ പുള്ളിയാണെങ്കിൽ ഒരു വട്ടമല്ല 2-3 വട്ടം ഇതുള്ള റെയ്സ്റ്റാറിനെ 0-7 തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേയധികം ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ കമന്റ് സെക്ഷനിലാണ് റെയ്സ്റ്റാറിന്റെ ബ്രദർ ഇതുപോലെ വന്നിട്ട് ബ്രോസ് അച്ചീവ്മെന്റ് പറഞ്ഞ ജസ്റ്റ് ഒരു കമന്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ റെയ്സ്റ്റാർ ഒരു സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു കമന്റ് കാര്യങ്ങളൊക്കെ ഈ ഒരു കമന്റ് സെക്ഷനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം മിസ്റ്റർ ജെ വീണ്ടും ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ഇടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോയിൽ പുള്ളിയുടെ മൈ അച്ചീവ്മെന്റ്സ് എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ കുറേ ഈ സ്പോർട്സിലും മറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്ന അച്ചീവ്മെന്റ്സിനെ കുറിച്ചൊക്കെയുള്ള ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ ഒരു വീഡിയോ. അപ്പോൾ ആ ഒരു വീഡിയോക്ക് നല്ല രീതിക്ക് ആ ഇടുന്ന വീഡിയോസിനെല്ലാം നല്ല രീതിക്ക് റീച്ച് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതുപോലെ നല്ല ഹേറ്റിംഗ് കിട്ടുന്നുണ്ടായിരുന്നു മിസ്റ്റർ ജെയ്ക്ക്. അപ്പോൾ ഇതിനൊക്കെ ശേഷം പുള്ളി വീണ്ടും ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതായത് മൂന്നാമതൊരു വീഡിയോ കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ആണെങ്കിൽ പുള്ളിയുടെ കമന്റ് സെക്ഷനിൽ ഹേറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന റെയ്സ്റ്റാർ ഫാൻസിന് വേണ്ടിയിട്ട് ഹേറ്റിന് മറുപടി ആയിട്ടാണ് ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. ആ ഒരു വീഡിയോയിലാണെങ്കിൽ യൂസ് ബർണോൾ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ കമന്റ് സെക്ഷനിലാണ് നമ്മുടെ ഫ്രീ ഫയറിൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ടോട്ടൽ ഗെയിമിംഗും കമന്റ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വിഷയത്തിനെല്ലാം മറുപടി ആയിട്ട് നമ്മുടെ റെയ്സ്റ്റാറാണ് ഗ്യാൻ ഗെയിമിംഗിന്റെ ലൈവിലാണെങ്കിൽ ഏകദേശം 1 ഇയറിന് ശേഷം ആക്സിഡന്റ് ഒക്കെ പറ്റിയതിന് ശേഷം 1 ഇയറിന് ശേഷമാണ് ഗ്യാൻ ഗെയിമിംഗ് ഇതൊരു ലൈവ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു ലൈവിൽ കളിക്കുന്ന സമയത്ത് ഈ ഒരു ഇഷ്യൂനെല്ലാം മറുപടി റെയ്സ്റ്റാർ കൊടുക്കുന്നുണ്ടായിരുന്നു. मतलब 1v1 में हारा है और वीडियो डाला, ठीक है मैं मानता हूँ मैं हार गया, ठीक है उसका रियलिटी थी. एक टाइम था वो टाइम पे मेरे को हैकर बोलते थे, तो ज्ञान भाई के स्ट्रीम में मैं खेलता था तो सब बोलते थे कि ज्ञान भाई के चैट में हैकर को क्यों खिला रहा है. तो ज्ञान भाई मेरे को बोलता है कि तू थोड़े दिन मेरे स्ट्रीम में मत खेल. तो 1 महीने के लिए मैं गेम छोड़ देता हूँ, ठीक है. उसके बाद शायद इंट्रो था ना ज्ञान, इंट्रो के साथ वो जे आता है, ठीक है. और 1 महीने के बाद मेरा पहला 3 गेम है, पहला 4 गेम है वो मैं हार जाता हूँ. उसको अभी उठा के इतना डाल रहा है भाई. ठीक है भाई, तू ई स्पोर्ट में अच्छा खेल रहा है तो उस पे ध्यान देना, क्यों फालतू को पुराना वाला वही चीज डाल रहा है तू. അപ്പോൾ ഈ ഒരു ലൈവിൽ എന്താ റെയ്സ്റ്റാർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 4 വർഷങ്ങൾക്ക് മുമ്പ് റെയ്സ്റ്റാർ നല്ല ഈ ഹേറ്റ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. ഓക്കെ, ആ ഒരു ടൈമിൽ റെയ്സ്റ്റാർ ഹാക്കറാണ് തുടങ്ങിയാണെങ്കിൽ നല്ല ഈ ഹേറ്റ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗ്യാൻ ഗെയിമിന് നല്ല ഈ ഹേറ്റ് കിട്ടുന്നുണ്ടായിരുന്നു. ഹാക്കറിൻ്റെ കൂടെ കളിക്കുന്നു, ഹാക്കറിൻ്റെ ടീമിൽ കൊണ്ട് കളിക്കുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ഹേറ്റ് ഗ്യാൻ ഗെയിമിന് കിട്ടുന്നുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ ഗ്യാൻ ഗെയിമിലാണ് റെയ്സ്റ്റാറിനോട് പറഞ്ഞിട്ടുണ്ട് കുറച്ചാണ് നീ ഒരു ബ്രേക്ക് എടുക്കുക, ഒരു 1 മന്ത് ബ്രേക്ക് കാര്യങ്ങളൊക്കെ എടുക്കുക, അതിനുശേഷം കളിക്കാമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ റെയ്സ്റ്റാറാണ് കുറച്ചാൾ ഗെയിമിൽ നിന്ന് ബ്രേക്ക് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്, ഗെയിം കളിക്കാതെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ കളിക്കാതിരുന്നതിന് ശേഷം ഏകദേശം ഒരു 1.5 മാസത്തിന് ശേഷം കളിച്ച ഒരു 4-3 മാച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു ഒരു മിസ്റ്റർ ജെയോട് കളിച്ചത്. ആ ഒരു മാച്ചായിരുന്നു തോറ്റിട്ടും ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും നാൾ കളിക്കായിരുന്നിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഗെയിമിൻ്റെ ഒരു ടച്ച് കാര്യങ്ങളൊക്കെ വിട്ടുപോകാൻ ചാൻസസ് വളരെ കൂടുതലാണ്. അത് തന്നെയാണ് റെയ്സ്റ്റാറിനെ സംഭവിച്ചു. ഓക്കെ, കുറേ നാൾ കളിക്കായിരുന്നതിന് വന്നതിന് ശേഷമുള്ള ഫസ്റ്റ് 2-3 മാച്ചാണ് റെയ്സ്റ്റാർ ഈ ഒരു മിസ്റ്റർ ജെയോട് തോറ്റിട്ടുണ്ടായിരുന്നത്. റെയ്സ്റ്റാർ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. ഓക്കെ, എന്ന് തോറ്റ് പുള്ളി അത് സമ്മതിക്കുകയും ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ പുള്ളി അത് പിന്നീട് അതിന് കരയാനൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ ഒരു മിസ്റ്റർ ജെ ആണെങ്കിൽ 2-3 വീഡിയോസ് ആ ഒരു ഇതിൻ്റെ പേരിൽ തന്നെ വീണ്ടും ഇറക്കിയപ്പോഴാണ് പുള്ളിക്ക് ദേഷ്യം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അത് പുള്ളി ഈ ഒരു വീഡിയോയിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ മറുപടിയായിട്ട് മിസ്റ്റർ ജെയും പുള്ളിയുടെ ലൈവിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുള്ളി എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇ സ്പോർട്ട് പ്ലെയർ കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഇ സ്പോർട്ടാണ് ഇപ്പോൾ ഫ്രീ ഫയറിൽ നടക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഫ്രീ ഫയറിൽ ഇ സ്പോർട്സ് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പുള്ളിയുടെ ഓഡിയൻസിന് കൂടുതൽ ഇഷ്ടം കോൺട്രവേഴ്സി കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ടാണ് പുള്ളി ഇങ്ങനത്തെ വീഡിയോസ് കാര്യങ്ങളൊക്കെ വീണ്ടും ഇട്ടുകൊണ്ടിരുന്നതാണ് പുള്ളി പറയുന്നത്. അതുപോലെ തന്നെ പുള്ളി പറയുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ഒരു റെയ്സ്റ്റാറിനെ 7-0 തോൽപ്പിച്ച സമയത്ത് റെയ്സ്റ്റാർ ആ ഒരു ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ഈ പിങ് കാര്യങ്ങളൊക്കെയാണ് കൊണ്ടാണ് തോറ്റത്, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ടൈമിൽ ഓഡിയൻസ് ആയാലും എല്ലാവരും
പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഈ ഒരു കുറേ നാൾക്ക് ശേഷമാണ് കളിക്കുന്നതിന് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇപ്പം പുറത്ത് വന്നതെന്നാണ് പറയുന്നത്. ആ ഒരു ടൈമിൽ ഇങ്ങനെ ഒരു സംഭവം കേട്ടിട്ടേ ഇല്ല. ആ ഒരു സമയത്ത് പിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഈ ഒരു സമയത്ത് ഈ കുറേ നാൾക്ക് ശേഷമാണ് കളിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ് പറയുന്നതെന്നാണ് പുള്ളി ഈ ഒരു ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ പുള്ളി പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ ലൈവിൽ അതിൽ കമൻറ്റിലൊക്കെ കുറേ അധികം ആൾക്കാർ പറയും റൈസ്റ്റാർ നിന്നെ 7-0 തോപ്പിക്കുകയും തോപ്പിക്കുക അങ്ങനെ തോപ്പിക്കുക എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാം ഒരു ടൈമിങ്ങിൻ്റെ ഇതിലാണ്. ആ ഒരു ടൈമിൽ പുള്ളിക്ക് കറക്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ പുള്ളി റൈസ്റ്റാറിനെ തോപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ തോപ്പിക്കാതെ നീ തോപ്പിക്കും എന്ന് പറയുന്നതിൽ കാര്യമില്ല എന്നാണ് പുള്ളി ആ ഒരു ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഈ ഒരു ഇഷ്യൂവിനെ കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഈ സമയത്തിന് അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ ഗൈസ്.